കുത്തിയാവും കിട്ടാത്ത കാര്യം എന്താ എനിക്ക് സങ്കടം കാലിനെടുക്കുന്ന എന്റെ ജീവിതം പോയില്ലടാ. അവൾ വേറെ കല്യാണം കഴിച്ച് പോയില്ലേ. 6-7 കൊല്ലം ഞാൻ അവളുടെ പുറകെ നടന്നതല്ലേ. ഞാനെന്ന് പറഞ്ഞ അവൾക്ക് ജീവനായിരുന്നു, എനിക്കറിയാലോ. വിളിച്ചിറക്കി കൊണ്ടുവരുന്നില്ലേ? എടാ അച്ഛനെ ധിക്കരിച്ച് ശീലിച്ചിട്ടില്ല. അല്ലെ എനിക്ക് അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടാണ്. ശരി, നാള് പറയില്ലല്ലേ. ഉണ്ണി ഒരു മനുഷ്യന് കിട്ടൂലടാ അങ്ങനത്തെ ഒരു പെണ്ണിനാ. എന്താ അവൾക്കൊരു കുറവ്? വിവരമില്ലേ, വിദ്യാഭ്യാസവും ഇല്ലേ? തീർച്ചയായും അവൾക്കൊരു കുറവ് പറഞ്ഞുണ്ടാക്കിയതാണ്. അവള് ജീൻസ് ഇട്ടാ നടക്കണ, മോഡേൺ ഡ്രസ്സാണ്, കാണുന്നവരോടൊക്കെ സംസാരിക്കും. അവളെ കെട്ടി ഇവിടെ കൊണ്ടുവന്ന ആളുകൾ എന്ത് പറയുമെന്ന്. അവളെ നടപ്പ് ശരിയല്ലെന്ന് എന്താ ഞാൻ പറയേണ്ടത്? എൻ്റെ ഉള്ളിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് തന്നെ വരില്ലേ. ഞാൻ ഇപ്പം എന്തൊക്കെ പറയുന്നുണ്ട്. എൻ്റെ എത്ര വർഷം പോയി. നമുക്ക് വേറൊരു പെണ്ണിനെ ആലോചിക്കട്ടെ. അടിപൊളി ജീൻസ് ഒന്നും ഇടാത്ത വെറും പാവടി ബ്ലൗസും. എടാ എനിക്കത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അച്ഛനൊന്നും ചെയ്യിക്കൂല. എന്ത് ചെയ്താലും ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ചെയ്യിക്കാറില്ല. ആളുകൾ എന്ത് വിചാരിക്കും? അങ്ങാട് തിരിഞ്ഞാലും ഇങ്ങാട് തിരിഞ്ഞാലും ബാത്റൂമിൽ പോയാലും ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം നശിപ്പിച്ച്. ഈ ആളുകൾ എന്ത് വിചാരിച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അച്ഛനെ ധിക്കരിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അതും ആളുകൾ എന്ത് വിചാരിക്കും അല്ലേ? അച്ഛൻ ധിക്കരിച്ചാൽ എന്നെ ഒന്നും ആളുകൾ ഒന്നും വിചാരിക്കുന്നില്ല വെച്ചിട്ടാണ് ഞാൻ നിൽക്കുക. എന്തെങ്കിലും ഒന്ന് വിചാരിക്കാൻ നമുക്കൊരു സമാധാനം കിട്ടട്ടെ. മൈൻഡാക്കൂല. നീ ഒരു കാര്യം ചെയ്യും, ഇത് സങ്കടപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല. ജീവിതമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. നീ അച്ഛനാ ജയിലിൽ പോണ്ടി, അതും ആളുകൾ വിചാരിക്കും. എൻ്റെ പണി ഞാൻ എടുക്കട്ടെ. ഇല്ല, ഞാൻ എത്തിക്കോളും. 6 മണിക്കല്ലേ കോൺഫറൻസ് വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഞാൻ എത്തും. ഞാൻ വിളിക്കാം. ഞാനേ ചെറിയൊരു തിരക്കില്ല. എന്തുണ്ട് ഈ വഴി? എന്താണ് ഫോൺ എടുക്കാത്ത? ഞാനേ ഫോണകത്തിരിക്കണേ. ഞാൻ ഉണ്ണിയായിട്ടൊന്ന് സംസാരിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് ആക്രി കച്ചവടം? ആക്രി കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് പോണ്. അതല്ലേ, ചെറിയ ആക്രി തുടങ്ങി. അപ്പൊ കേരളം മുഴുവൻ എത്തി. ഈ ദുബായില് ആക്രി ബിസിനസ് ഉണ്ടാവുക? ദുബായിലോ? ഉണ്ടാവും. നമ്മളിപ്പോ തൽക്കാലം ദുബായിലേക്ക് എത്തിയില്ല, നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതെ മൊയ്തു, സംസാരിക്കാം. അല്ല, എനിക്ക് തിരക്കുണ്ട്. അതെ, ഞാൻ നിന്റെ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടി വന്നാ. അല്ല മൊയ്തു, എനിക്ക് ഒരു സ്പീഡായില്ല മാനസികമായിട്ടേ. അവള് പോയി അതൊക്കെ വിടടാ. നമുക്ക് നല്ലൊരു ജോലി വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട് പുതിയ യൂണിറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ എനിക്കൊരു മാനേജറെ വേണം. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്തറിയോ, ഇപ്പോൾ മറ്റുള്ള ജില്ലയും കൂടി ട്രിവാൻഡ്രത്തും യൂണിറ്റ് തുടങ്ങാനുള്ള പരിപാടിയിലാണ്. കേരളം മുഴുവനായിട്ട് വ്യാപിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. സെറ്റപ്പായി. ഇപ്പം എൻ്റെ കീഴിൽ ഒരു 55 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നീ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വേറൊരാളെ നോക്കുള്ളൂ. ഇല്ല, ഞാൻ വരും. ഓക്കെ ഉണ്ണി, രക്ഷപ്പെട്ടേ. വണ്ടിയും സൗകര്യമൊക്കെ ആയി. നല്ല മനുഷ്യനാണത്. പഠിക്കണ കാലത്ത് ഒരു അക്ഷരം പഠിക്കൂലായിരുന്നു. ഇപ്പൊ കോടീശ്വരനായി. അത് നന്നായി. ഞാനേ 10 ജയിക്കാണ്ട് ഈ പടി ചവിട്ടാൻ പാടില്ലാന്ന് അമ്മ പറഞ്ഞു. 5 സുഹൃത്തുക്കളാ, 4 തൊട്ട് ഞാൻ കഷ്ടപ്പെട്ട് ജയിച്ചു. ഇന്ന് അവർ KSB മസ്തൂറാണ്. തോറ്റാ മതിയായിരുന്നു. തോറ്റ വെക്കാൻ പരീക്ഷ ഇടാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ല. ജയിച്ചോനെ. മൊയ്തുവാണ് എൻ്റെ കൂടെ പഠിച്ചില്ലേ? മൊയ്തു. മൊയ്തു രക്ഷപ്പെട്ടല്ലേ ഇപ്പൊ? എവിടുന്ന്? നാട്ടിൽ നിന്ന് പോയോ? നാട്ടിൽ നിന്നല്ല, അവനിപ്പോ എല്ലാ ജില്ലകളിലും കമ്പനി ഉണ്ട്. എന്തിന്റെ കമ്പനിയോ? അത് ഈ മറ്റേ ഇതിന്റെയൊക്കെ നമ്മുടെ സ്ക്രാപ്പൊക്കെ എടുക്കൂലേ? സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ അതല്ലേ, തുരുമ്പും പാട്ട തുരുമ്പും പറക്കണ പണിയല്ലേ? പക്ഷെ ഇതിപ്പോ എല്ലാ ജില്ലയിലും ഉണ്ട്. ഇപ്പൊ വേസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടാവൂല. വേസ്റ്റ് ഇല്ലാത്ത സ്ഥലം ഏതാ? അതൊക്കെ പറക്കുക നടക്കുക. അല്ല പൈസയുണ്ട്. അല്ല, നീ എന്താ ഈ തൂമ്പയും കൊണ്ട് ഇവിടെ വെക്കണം? എന്നെ പണിക്ക് വിളിച്ചല്ലേ ഇവിടെ? നീ പോയിട്ട് അത് ചെയ്യേ. ഈ പാലക്കാടേ പുതിയ കമ്പനിയിൽ തന്നെ ഏതോ പണിയോടെ നിൽക്കോ? നീ ആൾക്കാരെ സംസാരിക്കാൻ നിർത്തി കഴിഞ്ഞാൽ പണി നടക്കില്ല. അതൊക്കെ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക, വീട്ടിലെ കാര്യങ്ങളും. എന്നിട്ട് പാലക്കാട് എന്താണ്? പാലക്കാട് മൊയ്തു തുടങ്ങുന്ന പുതിയ കമ്പനിയിലേ എന്നെ മാനേജറായിട്ട് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛനായിട്ട് ചോദിച്ചിട്ട് ജോയിൻ ചെയ്യാന്ന് കരുതിയിട്ടാണ്.
അതായത് അവൻ തന്നെ തുരുമ്പും പാട്ടൊക്കെ ഇറങ്ങി നടക്കണം. എന്നിട്ട് അതിൻ്റെ മാനേജർ നീയേ നന്നായി. എന്താ എൻ്റെ നിന്നോടൊക്കെ എന്തെന്നാ ഞാൻ പറയണ്ടേ? എത്ര പഠിപ്പിച്ച് കാശ് ചെലവാക്കിയ ആളാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ഒരു തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. എൻ്റെ മക്കളെ നാട്ടുകാർ 4 പേര് ചോദിക്കുമ്പോൾ പാട്ടയും കുരുമ്പും പിറക്കാന്ന് പറയേണ്ട വ്യാരിയെ ഞാൻ. അച്ഛനോട് വർത്താനം വിട്ട് ഒരു കാര്യവുമില്ല. അച്ഛനെ ധിക്കരിക്കണ്ടെന്ന് ഓർത്ത് ഇതെല്ലാം സഹിക്കാണ്. അച്ഛനോട് വർത്താനം പറയുന്നല്ലേ ആളുകൾ എന്തെങ്കിലും വിചാരിക്കും. നീ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പം. നീ ഇപ്പോൾ എവിടേക്കാ പോണ? ഞാൻ ടൗണിൽ പോണ്. ഈ ചട്ടി ഇട്ടോ മുണ്ടിന്റെ അടിയിലിടാനുള്ള ചട്ടി മാത്രം ഇട്ടിട്ടാണ് അപ്പോൾ നീ ടൗണിലേക്ക് പോണ? അച്ഛൻ ഇതാണിപ്പോ എല്ലാവരും ചെറുപ്പക്കാരും ഉപയോഗിക്കണത്. എടാ നാട്ടുകാർ കണ്ടാ എന്താ വിചാരിക്കുക? ഈ ആദ്യ സാധനം ഇട്ട് പുറത്തു പോയാല് വേറെന്ത് വിചാരിക്കാൻ ഞാൻ. എടാ അതാ നോക്കി ഇവിടെ കൂലിപ്പണിക്ക് വന്നവനാ അവനും ഇട്ടുണ്ട് ഒരു ചട്ടി. അതിന്റെ മുകളിൽ നാണം മറക്കാൻ ഒരു മുണ്ട കൊടുത്തേക്കണണ്ട. ആ ബോധം കൂടി നിനക്കില്ലാണ്ട് പോയില്ലോ വിചാരിയെ. നാട്ടുകാർക്ക് തന്നെ മോശം അഭിപ്രായം. അതുണ്ടാവും. അത് സ്വഭാവം കൂടി നന്നാവണ്ട. അല്ലാണ്ട് ട്രൗസർ മാത്രം നന്നായിട്ട് എന്താ കാര്യം? ഒരു വാക്കതരിവില്ല എപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ ചെയ്യാ? എന്താ എവിടേക്കാ പോകണം? നീ ഇവിടെ പണിയണ്ടേ? നല്ല തലവേന. ഞാൻ നാളെ എടുത്തോളാം. ബാക്കി ഇപ്പൊ ഇത്ര പോലെ എടുത്തല്ലോ, അതിന്റെ പൈസ തന്നാ മതി. നിനക്കിപ്പോ ഈ നേരം വരെ പണിതതിന്റെ കാശങ്ങൾ എടുത്ത് തന്ന നാട്ടുകാരെന്താ വിചാരിക്കുക? നീ എന്നെ പൊട്ടനാക്കിന്ന് വിചാരിക്കില്ലേ? അപ്പൊ പൈസ തന്നില്ലെങ്കിൽ നാട്ടുകാരെന്ന് വിചാരിക്കും. അത് പറയാന്ന് കണ്ട. നീ ഈ സമയം കഴിഞ്ഞിട്ട് വന്നാ മതി നാളെ. എന്നിട്ട് ബാക്കി പണി ചെയ്യാം. അപ്പൊ ഞാനൊരു മുഴുവൻ കൂലി അങ്ങോട്ട് തരാം. പോന്ന് ആ നീ ജാഥയ്ക്ക് പോകുന്നല്ലോ അങ്ങനെ പോവാൻ. എന്താ ചെയ്യാ? എന്താ ഉണ്ണിയെ തലവേദന അതോ ഭ്രാന്തോ?